പാലക്കാട് നെന്മാറയിൽ രണ്ടുപേരെ വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയെ കണ്ടെത്താനാകാതെ പോലീസ്. ചെന്താമരയ്ക്കായി നെല്ലിയാമ്പതി വനമേഖലയിലും ജലാശയങ്ങളിലും അതിർത്തിക്കപ്പുറത്തും വൻ പോലീസ് സംഘം തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പരാതികൾ ലഭിച്ചിട്ടും ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതിക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ ADGP മനോജ് എബ്രഹാം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. കൊല്ലം കൂടുമ്പോൾ പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കും ഒന്നും അറിയില്ല. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അവർ രാവിലെ 2 പോലീസുകാർ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. കരച്ചിലടക്കാനാകാതെ സുധാകരന്റെ മകൾ അഖില പറയുകയാണ്, പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഒന്നിടപെട്ടിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാകില്ലായിരുന്നുവെന്ന്. അവരൊന്ന് ശക്തമായിട്ട് ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനുണ്ടാവുമായിരുന്നു. അച്ഛൻ പോലുമില്ല. അമ്മ മരിച്ചെടുക്കുമ്പോഴേ അവർ എല്ലാം റെഡിയാക്കാം. ഇനി ഒന്നും പറയും. ഇപ്പം എല്ലാം പോയില്ല. പോലീസ് തന്നെയാണ്. അവർ ഒരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനിവിടെ ഉണ്ടാവില്ല. ഞാൻ അച്ഛൻ എപ്പോൾ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ പോണതാണ്. ഇന്നലെ ഈ ഞായറാഴ്ച പോയിട്ടില്ല. ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എൻ്റെ അവസ്ഥ. സുധാകരന്റെ കുടുംബവും നാട്ടുകാരും പലവട്ടം പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചെന്ന ആക്ഷേപം ശക്തം. പ്രതി ചെന്താമരയെ പിടികൂടാൻ വൈകുന്നത് പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ചെന്താമരയെ തേടി തിരച്ചിൽ നടത്തുന്നത്. നെല്ലിയാമ്പതി വനമേഖലയിൽ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. പ്രതി തമിഴ്നാട്ടിലില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. സമീപത്തെ കുളത്തിലും പാറമടയിലുമെല്ലാം സ്കൂബ ടീമിനെ എത്തിച്ചും പരിശോധന. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ചെന്താമരയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തേടി. സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ആഴത്തിലുള്ള 16 മുറിവുകൾ ലക്ഷ്മിയുടെ ശരീരത്തിൽ. സുധാകരന്റെ കഴുത്തിൽ വെട്ട്, 6 മുറിവുകൾ. അച്ഛനും പോയി, അമ്മയും പോയി. 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ, അതിലേറെ നാട്ടുകാർ. ഇന്ന് ഇരുട്ടു മുൻപ് അതിക്രൂര കൊലപാതകം നടത്തിയ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പ്രഭുപാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 നെന്മാറ.